ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദിൽഷാസ് വ്ലോഗ്. അപ്പം നമുക്കിന്നൊരു ജേണലാകാം. ആദ്യം തന്നെ നമ്മുടെ ബുക്ക് പുറത്തു നിന്ന് കാണുമ്പോൾ സാധാ നോട്ട് ബുക്ക് പോലെയാണെങ്കിലും എൻ്റെ കലാവിദ്യകൾ നിറഞ്ഞൊരു ബുക്കാണ്. പക്ഷേ ജേണൽ ബുക്കാണ് സംഭവം. ഇന്നപ്പോൾ നമുക്കൊരു ജേണൽ ചെയ്യാം. ഇന്ന് വിൻറ്റേജ് ലുക്ക് ജേണൽ ആണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇത് കുറേ ടൈം എടുക്കുന്നുണ്ട് ഞാൻ ചെയ്യുന്ന ജേണലിന്. അതുകൊണ്ട് ഒന്നെല്ലാവരും സഹകരിച്ച് കാണണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തിട്ട് കാണേ. അപ്പം ആദ്യം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ ആദ്യത്തെ ഒരു വിൻറ്റേജ് ലുക്കിൻ്റെ ജേണൽ തീം ഒരു പോലത്തെ ഒരു സാധനം എന്ന് വെച്ചാൽ അതൊരു ചെറിയൊരു ഗ്രിഡ് പേപ്പറാണ്. അതിൽ കുറച്ച് ചിത്രങ്ങളൊക്കെ വരച്ചിട്ട് ഉള്ളൊരു സാധനം, അത്രേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് ഞാൻ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം ആദ്യം നമുക്ക് അതിൻ്റെ ബേക്കിൽ ഇച്ചിരി പശ തേച്ചെടുക്കാം. അതിന് ശേഷം അത് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. ഞാൻ ജനലിൻ്റെ സൈഡിലായിട്ടോ കുത്തിരിക്കുന്നത്. അപ്പം അടുത്ത് തിരുമ്പിയ തുണിയൊക്കെ ഉണ്ട്. അപ്പം ഒറ്റക്കാണ് ക്യാമറ ഹാൻഡിൽ ചെയ്യുന്നത്. അതുകൊണ്ട് ചെറിയ പ്രശ്നങ്ങളുണ്ട്. പകുതിക്കമെന്ന് വെച്ചിട്ട് അനിയത്തി വന്നിട്ട് പിടിച്ചു തന്നതാണ് ഇച്ചിരി നേരം. അതൊരു പണിഷ്മെൻ്റായി കൊടുത്തതാണ് ഞാൻ ഒരിത്. അപ്പം ഞാൻ നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അടുത്തെന്തെങ്കിലും വരാൻ പോകുന്നത് യെസ്, ഞാൻ എന്തൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് ഞാൻ ചെയ്തത്. ഇനി അതിലെന്തെങ്കിലും ഒരു താജ്മഹൽ നമുക്ക് പണിയും എന്നെ അറിയാലോ. അപ്പം ഇനി അടുത്തതായി നമ്മൾ ഇച്ചിരി വാഷി ടാപ്പ് ഒന്ന് ഒട്ടിച്ചെടുക്കണ്ടേ. ഇതൊരു വാഷി ടാപ്പ് ഇതന്നെ ആയിട്ട് വരുന്ന വേറൊരു വാഷി ടാപ്പ് ഉണ്ട്. ഇതൊരു ഡോണറ്റിൻ്റെ വാഷി ടാപ്പ്. ഇതിങ്ങനെ ഇങ്ങനെ ആക്കാൻ പോയപ്പോണ്ട് വേറെ വാഷി ടാപ്പ് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഈ വീഡിയോൻ്റെ അടുത്ത് വെച്ചിട്ട് നമ്മൾ സ്ഥലം ഒന്ന് മാറ്റുന്നുണ്ട്. വെച്ചാൽ അത്രയും നേരം സ്ഥലം ഒന്ന് വേറെ സ്ഥലത്തിലേക്കാകുന്നുണ്ട്. പക്ഷെ ആ സ്ഥലം ആണ് ഒന്നുകൂടി നല്ലത് ഈ ജനലിൻ്റെ അടുത്തിലേക്കാട്ടി. പിന്നെ അനിയത്തി വന്നതുകൊണ്ട് ഒന്നുകൂടി ബെറ്ററായിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത് ഒന്നും വലിയ കാണുന്നില്ല, എന്നെയും കാണൂല, ചെയ്യുന്നതും കാണുന്നില്ല അവരെയൊക്കെ. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനാണിത്. അപ്പം ഇനി നമ്മൾ സ്ഥലം മാറുന്ന പറഞ്ഞ സ്ഥലം എത്തിയിട്ടുണ്ട്. ഈ റൗണ്ട് സാധനമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതുവരെ ചെയ്തൊക്കെ ഇപ്പോഴായിരിക്കും ക്ലിയർ ആയിട്ട് നിങ്ങൾ കാണുന്ന കേസ്. പിന്നെ അനിയത്തിലോട് എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറയുമോ, എന്തൊക്കെ മദ്രസത്തൊക്കെ കഥയൊക്കെ പറയുന്നുണ്ട്. ഇനി അതിൻ്റെ മോൾക്ക് വേറെന്തോ ഒരു താജ്മഹൽ പണിയുന്നുണ്ട്. ലാസ്റ്റ് അതൊക്കെ ഒന്ന് ഞാൻ ക്ലിയർ ആക്കി കൊടുക്കുന്നുമുണ്ട്. അല്ലെങ്കിൽ എനിക്കെന്തോ പൊറുതിയാണെന്നറിയും. അങ്ങനെയാണ് കേസ്. ഇതുവരെ ചെയ്ത ജേണലൊക്കെ വീഡിയോയിൽ തന്നെ വീഡിയോ എടുത്ത് വിടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആഗ്രഹങ്ങളൊന്നും സഫലമായില്ല. പിന്നെ ഇതേപോലെ ഞാൻ കുറച്ച് സ്റ്റാമ്പ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കും, ഒരു കളറിലാക്കിയിട്ട് ഒരു വട്ടത്തിലുള്ളതാക്കും, ഇത്രയേ ഉള്ളൂ. അപ്പം ഇത് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇതിനായിട്ട് ഉണ്ടാക്കിയൊരിതുണ്ട് എന്ന് വെച്ചാൽ വിൻറ്റേജ് ലുക്കിന് ആയിട്ട് മാത്രം ഉണ്ടാക്കിയൊരു സാധനം ഉണ്ടല്ലോ. അതോടെ ഉണ്ടല്ലോ. അത് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അതിൻ്റെ ഇടയിൽ പർപ്പിൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വീഡിയോ നടന്നത് തന്നെ. എന്നിട്ടാണ് ഞാൻ അതിനെ എടുത്ത് കളഞ്ഞത്. അതിന് പശ അയച്ചിട്ടുണ്ട്. അനിയത്തി കുറച്ച് മൂളിപ്പാട്ട് പാടുന്നുണ്ട്, ബാക്ക്ഗ്രൗണ്ട് സോങ് ഒക്കെ ഇടുന്നുണ്ട് കുട്ടി. പക്ഷേ എനിക്കതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ഇനി അതും ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതിന് കുറച്ച് ടോപ്പിൽ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഒരു വാഷി ടാപ്പ്, ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ വാഷി ടാപ്പാണ്. അപ്പോൾ ആ വാഷി ടാപ്പ് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ ടോപ്പിൽ. അതിനുശേഷം നമ്മൾ വാഷി ടാപ്പും നമ്മളൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. വേറെയും കുറേ വാഷി ടാപ്പൊക്കെ ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ പർപ്പിൾ തീം ജേണലിൽ ഞാൻ ആ വാഷി ടാപ്പ് ഉണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് കുളമായി. ഇനി അത് ഏത് മുക്കുന്ന മൂലയെന്നോ പറിക്കേണ്ടതെന്ന് പഠിച്ചോന്നറിയാൻ പോലെയൊക്കെ എടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു വയലറ്റ് സാധനം ഞാൻ നേരത്തെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഗൈസ്.
അതിനുശേഷം നമ്മളെ വാഷി ടാപ്പ് നമുക്ക് ഒട്ടിച്ചെടുക്കാം. വേറൊരു വാഷി ടാപ്പ് ഉണ്ട്, നമ്മൾ കുറച്ച് നേരം മുന്നേ കാണിച്ച 2-3 വാഷി ടാപ്പിലുള്ള ആ ഒരു വാഷി ടാപ്പിന് ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നേരെ അതിൻ്റെ താഴെയോ മുകളിലോ എവിടെ ഒന്ന് ഇതിൽ കണ്ടുകൊണ്ട് അറിയാം നിങ്ങൾക്ക് താഴെയാണോ മുകളിലാണോ എവിടെയാണ്. പ്രശ്നം മൂടിയിട്ടില്ലേ കട്ട പിടിച്ച് പോകുന്നത് എപ്പോഴും മൂടിയിടും, പക്ഷെ എപ്പോഴും തുറക്കുകയും വേണം. ഞാൻ നേരത്തെ പറഞ്ഞ താജ്മഹലിന് ഞാൻ ഒരു ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. ഈ ഔട്ട്ലൈൻ ഇല്ലെങ്കിൽ ഈ ഒരു താജ്മഹൽ പൊടിഞ്ഞ് വീണ് പോകും, കാരണം അത് എന്തോ ഒരു കയ്പ്. പിന്നെ നമ്മൾ വരച്ച് കുറച്ച് എഴുതി കൊടുക്കണം. അതിന് ശേഷം നമ്മൾ വാഷി ടാപ്പ് മറ്റേ താഴത്തൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. 8th ജേർണലിന് നിർബന്ധമാണെന്ന് അറിയുമ്പോഴാണ്. 8th ഇല്ലെങ്കിൽ ഒരു ജേർണൽ വൃത്തിയും മേനയും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ വെച്ചപ്പോൾ നിലത്ത് കിടക്കാൻ പറ്റപ്പോൾ നിലത്ത് കിടന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നതാണ്, കുറച്ച് ദിവസം മുന്നേ എൻ്റെ ഒരു കുടുംബക്കാരെ ഒരു തേള് കുടുംബക്കാരെന്നല്ല, എൻ്റെ അമ്മായിയാണ്, തേള് കുത്തി കടിച്ച് തെർച്ചിൻ്റെ ഉള്ളിലേക്കാട്ട് ആണ്ട് പോയി ഗൈസ്. അമ്മായി പേടിച്ച് ചാടുള്ള ആൾക്കാർ അമ്മായിനെക്കാളും പേടിച്ച് വെച്ചു. അപ്പോൾ നമ്മൾ ജേർണൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ബൈ.